ഹലോ, എൻ്റെ മേക്കപ്പ് ജേണിയിലെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം വീണ്ടും ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നു. മെഡിക്കൽ പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട് മേക്കപ്പ് ഫീൽഡിലേക്ക് വരാൻ 2 റീസൺ ആണ്. ഒന്നാമത്തെ റീസൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും. കാരണം മറ്റേത് പ്രൊഫഷനേക്കാളും നമുക്ക് അധികം സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ബ്രൈഡൽ മേക്കപ്പ് ഫീൽഡ്. രണ്ടാമത്തെ റീസൺ ടൈം. ഞാൻ ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 8 to 9 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. ഡെയിലി ഒരു 9 hours ഒക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരൽ കുറച്ച് റിസ്ക് ആണ്. മേക്കപ്പ് ഫീൽഡ് ആകുമ്പോൾ നമുക്ക് എന്നും വർക്കില്ലെങ്കിലും മന്ത്ലി ഒരു 4 വർക്കൊക്കെ കിട്ടിയാൽ അത്യാവശ്യം ഒരു സാലറി നമുക്കുണ്ടാവും. പിന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുത്താലും നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ആളുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ കാര്യത്തിൽ ഞാൻ നല്ല ലക്കിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും നല്ല സപ്പോർട്ടാണ്. വീട്ടിലേക്ക് ട്രാവലിങ്ങിനൊക്കെ എൻ്റെ ഹസ്ബൻഡും ബ്രദറും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത്. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിലേക്ക് മുതൽ മുടക്കിയാലേ നമുക്ക് നല്ലപോലെ ലാഭം ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മേക്കപ്പ് ഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും വാങ്ങിയതിന് ശേഷമാണ് ഞാൻ വർക്ക് എടുക്കാൻ തുടങ്ങിയത്. കല്യാണത്തിന് മുമ്പ് എൻ്റെ മോഡൽ എൻ്റെ താത്തയും താത്തയുടെ മക്കളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ എൻ്റെ മോഡൽ എൻ്റെ ഭാബിമാരാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ്. അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ വീട് ഭയങ്കരയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പൊന്നാനിയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമെന്നും എനിക്ക് ഇത്രത്തോളം ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് അധികം വർക്ക് വരുന്നത് പൊന്നാനി എടപ്പാൾ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ജേണിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. എല്ലാവരും എന്നെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യണേ. കൂടാതെ യൂട്യൂബിൽ ബ്രൈറ്റ്ലി മേക്ക് ഓവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.